നമ്മുടെ നാട്ടിൽ മയക്കുമരുന്ന് കച്ചവടം എത്രത്തോളം വ്യാപകമാണ് അതറിയാൻ കേരളത്തിലെ ഒരു സ്ഥലത്തേക്ക് മാത്രം പോയാൽ മതി. പെരുമ്പാവൂർ ലഹരി ഒഴുകുന്ന ഭായി കോളനി. ഇതര സംസ്ഥാനക്കാർ തിങ്ങിപ്പാർക്കുന്ന ഇടമാണ്. അവധി ദിവസങ്ങളിൽ കുഞ്ഞുങ്ങളെ പോലും പുറത്തുവിടാൻ ആളുകൾ ഭയക്കുന്ന ഇടം. പകൽ പോലും മാരക ലഹരിയുടെ വിൽപ്പന അവിടെ സജീവമാണ്. ലഹരി എത്തിക്കാൻ പ്രത്യേക സംഘവുമുണ്ട് അവിടെ. ₹1.5 ലക്ഷം വില വരുന്ന ലഹരി വസ്തുക്കളുമായി പെരുമ്പാവൂരിൽ എക്സൈസിന്റെ പിടിയിലായത് പെരുമ്പാവൂർ പോലീസും ഡാൻസ് ഓഫ് സംഘവും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് പെരുമ്പാവൂർ ഭായി കോളനിയിൽ നിന്നാണ് ഇയാളെ അന്വേഷണ സംഘം പിടികൂടി. പെരുമ്പാവൂർ വല്ലം ഭാഗത്തു നിന്ന് കഴിഞ്ഞ മാസം 2.5 കിലോ കഞ്ചാവ് പിടികൂടിയിരുന്നു. കേരളത്തിൽ ഏറ്റവും അധികം ഇതര സംസ്ഥാന തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന ഇടം പെരുമ്പാവൂരിലെ ഭായി കോളനിയിലാണ് ഇപ്പോൾ ഞാനുള്ളത്. ഏറ്റവും അധികം മറ്റിടങ്ങളിലേക്ക് ലഹരി വിറ്റഴിക്കുന്നതും ഇവിടെ തന്നെയാണ്. സ്വയം ഉപയോഗത്തിന് പുറമെ ലക്ഷക്കണക്കിന് ലഹരിയുടെ ഒഴുക്കാണ് ഇവിടെ നിന്നുള്ളത്. 500 രൂപ മുതൽ ലക്ഷക്കണക്കിന് രൂപ വരെ വില വരുന്ന ലഹരി മരുന്നുകളുടെ ഉപയോഗവും വിൽപ്പനയുമാണ് ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ നടക്കുന്നത്. കഞ്ചാവ് മുതൽ മാരക ലഹരി മരുന്ന് വരെ സുലഭം. പണം എളുപ്പമാർഗത്തിലൂടെ സമ്പാദിക്കുകയാണ് ലക്ഷ്യം. അവരുടെ നാട്ടിലേക്ക് അത്ര പൈസ കിട്ടൂലല്ലോ. ഇവിടെ വന്നിട്ട് എന്തായാലും ചെയ്ത് അവർക്ക് പൈസ കിട്ടും. ഇവിടെ അവരെ കൊണ്ടുവന്ന ശേഷം ഇവിടെ നല്ല പൈസയ്ക്ക് അവരെ വിൽക്കാനുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കുറഞ്ഞ നിരക്കിൽ ലഭിക്കുന്ന ലഹരി മരുന്ന് കേരളത്തിലേക്ക് കൊണ്ടുവന്ന ഇരട്ടി വിലയ്ക്കാണ് ഇവർ വിൽപ്പന നടത്തുന്നത്. ആവശ്യക്കാരിൽ അധികവും യുവാക്കൾ. അവർക്ക് ഇവിടെ അവൈലബിലിറ്റി കുറവുള്ള സ്ഥലമാവാം. ഇത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കൂടുതൽ ഏൺ ചെയ്യാം എന്നുള്ള ലക്ഷ്യം ആയിരിക്കാം ഇത്തരത്തിൽ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിന് പ്രധാന കാരണമെന്നാണ് ഞാൻ കരുതുന്നത്. പെരുമ്പാവൂരുള്ള പാലക്കാട് താഴം ഭാഗത്തിന് താഴ്ഭാഗത്താണുള്ളത്. ഏറ്റവും അധികം വൻ ലഹരി മരുന്നുകൾ ഉപയോഗിക്കാൻ ഇതര സംസ്ഥാന തൊഴിലാളികൾ എത്തുന്നതും ഇവിടേക്കാണ്. ലഹരിയുടെ അമിത ഉപയോഗം മൂലം 4 പേരാണ് പല ദിവസങ്ങളിലായി ഈ പാലത്തിന് താഴ്ഭാഗത്തും അതുപോലെ തന്നെ ഇതിൻ്റെ സമീപ പ്രദേശത്തുമായി മരിച്ച് കിടന്നിരുന്നത്. ഏകദേശം ഒരു 3-4 ദിവസത്തിന് ശേഷമായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. ഈ കാണുന്ന ഈ സിറിഞ്ചൊക്കെ ഇപ്പോഴും ഈ വൻ ലഹരി മരുന്ന് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് അതിന് ഏറ്റവും വലിയ ഒരു തെളിവാണ്. മാത്രമല്ല ഈ പാലത്തിന് താഴ്ഭാഗത്ത് ഏറ്റവും അധികം മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇരുന്ന് ലഹരി ഉപയോഗിച്ചാലും മറ്റ് ആളുകളുടെ ശ്രദ്ധ ഇവിടേക്ക് എത്തില്ല എന്ന് കരുതിയാവണം ഈ ഇതര സംസ്ഥാന തൊഴിലാളികളെ ഏറ്റവും അധികം ലഹരി ഉപയോഗിക്കാൻ ഈ പാലത്തിൻ്റെ താഴ്ഭാഗം തന്നെ തിരഞ്ഞെടുക്കുന്നതിന് കാരണം. മാത്രമല്ല ഇവരുപയോഗിച്ച ഈ സിറിഞ്ച് തന്നെയാണ് മറ്റാളുകൾക്ക് ലഹരി ഉപയോഗത്തിനായി കൊടുക്കുന്നതും. അതിനാൽ തന്നെ എയ്ഡ്സ് പോലുള്ള മാരകമായ രോഗവും ഇവർക്കിടയിൽ വർദ്ധിക്കുന്നുമുണ്ട്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും അധികം NDPS കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വർഷമാണിത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്കുള്ള അമിതമായുള്ള ലഹരിയൊഴുക്ക് മാത്രമല്ല, ഓപ്പറേഷൻ ക്ലീൻ പെരുമ്പാവൂർ പോലുള്ള പദ്ധതികൾ പ്രകാരം പരിശോധനകൾ ഊർജിതമാക്കിയതും പ്രധാന കാരണമാണ്. അസമികളാണെങ്കിലും ബംഗാളികളാണെങ്കിലും ഇവിടെ ഒത്തിരിയുണ്ട്. അപ്പോൾ അവർക്ക് ഇത്രത്തോളം എത്തിക്കാൻ പറ്റിയാൽ അവരുടെ വലിയൊരു എമൗണ്ട് അവർക്ക് കിട്ടും എന്നുള്ളൊരു ഇതുകൊണ്ടാവാം അവർ ഇത്തരത്തിൽ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്. പക്ഷേ അതിന് തടയിടാനുള്ള പ്രവൃത്തികൾ എക്സൈസ് ആണെങ്കിലും പോലീസ് ആണെങ്കിലും സജീവമായി തന്നെ ചെയ്യുന്നുണ്ട്. പരിശോധനകൾ ശക്തമാക്കിയിട്ടും ലഹരി പിടിമുറുക്കുകയാണ്. NDPS ആക്ട് പ്രകാരം കുറഞ്ഞ അളവിൽ ലഹരി കൈവശം വെക്കുന്നവർക്ക് ശിക്ഷയിൽ ഇളവ് ലഭിക്കുന്നതും ലഹരി ഉപയോഗം വർദ്ധിക്കുവാനുള്ള കാരണങ്ങളിലൊന്നാണ്. NDPS നിയമത്തിൽ മിനിമം ക്വാണ്ടിറ്റി, മീഡിയം ക്വാണ്ടിറ്റി, കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി എന്നുള്ളൊരു ഇത് തന്നെ ഉണ്ട്. എല്ലാ ഡ്രഗ്സിലും അങ്ങനൊരു കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മിനിമം ക്വാണ്ടിറ്റി കേസുകളിലാണ് നമ്മളിങ്ങനെ ജാമ്യം അവർക്ക് ലഭിക്കുന്നത്. 1.5 ലക്ഷം വില വരുന്ന ലഹരി വസ്തുക്കളുമായി പെരുമ്പാവൂരിൽ എക്സൈസിന്റെ പിടിയിലായത് പെരുമ്പാവൂർ പോലീസും ഡാൻസ് ഓഫ് സംഘവും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് പെരുമ്പാവൂർ ഭായി കോളനിയിൽ നിന്നാണ്
ഇയാളെ അന്വേഷണ സംഘം പിടികൂടി. പെരുമ്പാവൂർ വല്ലം ഭാഗത്തു നിന്ന് കഴിഞ്ഞ മാസം 2.5 കിലോ കഞ്ചാവ് പിടികൂടിയിരുന്നു.